എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും മുഖുദിനം. മുകേഷ് എന്നാണ് എൻ്റെ പേര്. എല്ലാവരും കൂടുതൽ ആളുകൾ മുഖു എന്ന് വിളിക്കുന്നത് മുഖുദിനം അത്രയേ ഉള്ളൂ. ശുഭദിനം പോലെ വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ മലയാള ഇൻഡസ്ട്രി ഏകദേശം ഒരു 2015 ശേഷം ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ വന്ന വർഷം ഈ 2024 അതിന് ഒരുപാട് സാധ്യതകളുണ്ട്. പഴയ കാലഘട്ടമല്ല. ടിക്കറ്റ് റേറ്റ്, മൾട്ടിപ്ലക്സിൻ്റെ എണ്ണം, തിയേറ്ററുകളുടെ എണ്ണം, റിലീസിങ് വേൾഡ് വൈഡ് ഒക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ്. എന്നാലും നമ്മുടെ ഇൻഡസ്ട്രി വളരെ ഗ്രോത്തിലാണ് ഉള്ളത്. ഇപ്പോൾ ഏകദേശം ഒരു 9 മാസം 2024 സെപ്റ്റംബർ കഴിയുന്നതോട് 9 മാസം കഴിയുമ്പോൾ ഏകദേശം 9ഓളം വമ്പ ഹിറ്റുകളാണ് നമ്മുടെ ഇൻഡസ്ട്രി പറഞ്ഞിരുന്നത്. ആവറേജ് ഒരു മാസം ഒരു ഹിറ്റ് ഉണ്ട്. 2 മാസം കൂടുമ്പോൾ 100 കോടി ക്ലബിൽ പടം കയറുന്നുണ്ടെന്നൊരു അവസ്ഥയിലേക്ക് നമ്മുടെ ഇൻഡസ്ട്രി മാറിയിരിക്കുകയാണ്. ഈ വർഷവും ഈ മാസവും ഇനി ഹിറ്റുകൾ പിറക്കാനുണ്ട്. ഈ വർഷവും ഹിറ്റുകൾ പിറക്കാനുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെറിയൊരു വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ എബ്രഹാം ഓസ്ലർ എന്ന പടമാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ മലയാളം ഇൻഡസ്ട്രി 2024 ആദ്യത്തെ 50 കോടി ക്ലബിലേക്ക് കയറുന്നത്. ഇത് നമ്മുടെ ജയറാമേട്ടൻ്റെ ഒരു കംബാക്ക് മൂവി തന്നെയായിരുന്നു. കുറച്ച് കാലമായിട്ട് അത് മലയാള ഇൻഡസ്ട്രിയിൽ ഹിറ്റ് ഉണ്ടായിരുന്നില്ല. അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മമ്മൂക്കയുടെ ശക്തമായൊരു ക്യാരക്ടർ, അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് പൂമാനം എന്നുള്ളൊരു പാട്ട് വീണ്ടും സ്ക്രീനിൽ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ ഒരുപാട് കണ്ടുള്ള സബ്ജക്റ്റൊക്കെ ആയിരുന്നു പടയം കൂടി. അതുകൊണ്ട് എടുത്ത രീതി, മേക്കിംഗ് രീതി, പിന്നെ മിഥുൻ മാനുവൽ എന്നൊരു മനുഷ്യൻ്റെ കയ്യൊപ്പ് അതിൽ പതിഞ്ഞിട്ടുണ്ട്. അത് നമുക്കറിയാം ആൾ ചെയ്യുന്ന പടങ്ങളുടെ ക്വാളിറ്റി, മേക്കിംഗ് ഒക്കെ. പിന്നെ A to Z മേഖലയിൽ ഒരു വമ്പൻ ഇനീഷ്യേറ്റീവും എല്ലാം എടുത്തിട്ടുള്ള ടെക്നിക്കലൊക്കെ എടുത്തുള്ള ഒരു പടമായിരുന്നു എബ്രഹാം ഓസ്ലർ. വളരെ ഇഷ്ടപ്പെട്ട മൂവിയായിരുന്നു. മമ്മൂക്കയുടെ പെർഫോമൻസും ജയറാമേട്ടനൊക്കെ സെക്കൻഡ് പാർട്ട് വരുന്നെന്ന് പറയുന്നു. അപ്പോൾ ആദ്യമായിട്ട് 50 കോടി ക്ലബിൽ കയറിയൊരു പടമായിരുന്നു 2024 എബ്രഹാം ഓസ്ലർ. ജയറാമേട്ടൻ തിരിച്ചുവരവാണ്. ജയറാമേട്ടൻ വീണ്ടും പടങ്ങൾ ഒരുങ്ങുന്നുണ്ട്. മമ്മൂക്ക അതിൻ്റെ ഒരു ഭാഗമാവുകയും ചെയ്തു. മമ്മൂക്കയുടെ വർഷം കൂടി സ്റ്റാർട്ടിംഗ് ആണെന്ന് പറയാം. 2024 ആളൊരു കയ്യൊപ്പ് ഉണ്ടായിരുന്നു. 2024 തുടക്കം അങ്ങനെയായിരുന്നു. അതിനുശേഷം വന്ന ഒരു പടമാണ് പ്രാമിലു. ഗിരീഷ് ഷേഡി സംവിധാനം ചെയ്ത പടമായിരുന്നു പ്രാമിലു. നസ്ലിൻ, മമിത, ആ ടീമിൻ്റെ കോംബോ നമുക്ക് കണ്ടിട്ടുണ്ട്. മാത്യു, ഒരുപാട് പേരുണ്ടായില്ലേ. അവര് ആ കോംബോ തകർത്ത് ഹൈദരാബാദ് പശ്ചാത്തലത്തിൽ നിന്ന പടം മലയാള സിനിമയിൽ 100 കോടി ക്ലബിലേക്ക് എത്തുകയുണ്ടായി. ഫയൽ കണക്കനുസരിച്ച് 100 കോടി ക്ലബ് എന്നാണ് കാണുന്നത്. എന്നുവെച്ചാൽ വമ്പ ഇനീഷ്യേറ്റീവ് കളക്ട് ചെയ്തു. അതുപോലെ തന്നെ തെലുങ്കിലും മറ്റുള്ള അതർ ലാംഗ്വേജസിലൊക്കെ പല ഡബ് ചെയ്തു. ഭയങ്കര കളക്ഷൻ കിട്ടി. നസ്ലിൻ എന്നൊരു നടൻ വളരെ ചെറുപ്പത്തിൽ 100 കോടി ക്ലബിലെ അംഗമായ മമിത ബെൻഡിൽ പെർഫോം ചെയ്ത എല്ലാവരും കേട്ടോ, ഓരോരുത്തർ പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരും നസ്ലിൻ്റെ ഫ്രണ്ടായിട്ട് വരുന്ന ആ ക്യാരക്ടർ തകർത്ത് ചെയ്ത്. പേരിൻ്റെ 450 ഓർമ്മയില്ല. ഗംഭീരായിരുന്ന ആള് കയ്യൊപ്പ് പടത്തിലുണ്ട്. ആളാണ് ഇതിൽ ഓൾ ഇൻ ഓൾ തന്നെ പറയാം. ആളെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു പടം. ശരിക്കും ഒരു യൂത്ത് ഓറിയൻഡ് എന്റർടൈൻമെന്റ് മൂവി 2024 നമുക്ക് കിട്ടി. ആ പടം 100 കോടി ക്ലബിൽ അച്ചീവ് ചെയ്തെന്നുള്ളൊരു സന്തോഷ വാർത്തയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബ്രഹ്മയുഗം എന്നൊരു മൂവി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത പടം, അത് വലിയൊരു സംഭവം തന്നെ പറയണം. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു ഫിലിം കൊണ്ടുവന്ന്, പ്രത്യേകിച്ച് 2024 പോലത്തെ ഒരു സമയത്ത് ആ പടം കൊണ്ടുവന്ന് മമ്മൂക്ക എന്നൊരു ഗ്രേറ്റ് ആക്ടർ അവിടെ വെച്ച് ചെയ്ത് വമ്പ ഹിറ്റാക്കി. വെറും 3 ക്യാരക്ടർ, സിദ്ധാർത്ഥ്, അർജുൻ അശോകൻ, നമുക്ക് ഈ 3 ക്യാരക്ടറിനെ വെച്ച് അതിഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. അതിഗംഭീര മൂവിയായിരുന്നു. പെർഫോമൻസിൽ 3 ആളും തകർത്ത് ചെയ്തു. നമുക്ക് സ്വസം പെർഫോമൻസ് എല്ലാവരും ഇട്ടോ. സിദ്ധാർത്ഥ് ഭരതൻ്റെ ഒക്കെ അമേസിങ് പെർഫോമൻസ് അതിൽ കാണാൻ പറ്റിയ, അർജുൻ അശോകിൻ്റെ ഒക്കെ. പിന്നെ ഡയറക്ഷൻ, BGM ഒക്കെ വേറെ ലെവൽ സാധനമായിരുന്നു. മമ്മൂക്കയുടെ സെക്കൻഡ് ഒരു 50 ക്രോസ് ക്ലബിൻ്റെ അടുത്തെത്തിയ പടാന്ന് കേട്ട് കറക്റ്റ്. അപ്പോൾ 2024 മൂന്നാമത്തെ ഒരു ഹിറ്റ് ബോക്സ് ഓഫീസിൽ അടിച്ചു പൊളിച്ച് തകർന്നു. അതുപോലെ അതിൻ്റെ ഒപ്പം തന്നെ ഇറങ്ങിയൊരു പടമായിരുന്നു മഞ്ഞുമൽ ബോയ്സ്, ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ് എന്ന പടത്തിന് ശേഷം ഗുണാക്കേവിൽ പോയി ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ അത് ഗുണാക്കേവ് പല എക്സിബിഷൻസ് വരുമ്പോൾ ഗുണാക്കേവ് ഉണ്ട്. തൃശ്ശൂര് പൂര എക്സിബിഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ കൊച്ചിയിലൊരു ഇതിലവിടെ നടക്കുന്നുണ്ട് ഗുണാക്കേവ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ടീം അതിഗംഭീര പെർഫോമൻസ്, സൗബിൻ ഉൾപ്പെടെയുള്ള ആ ടീം. പടം മലയാള ഇൻഡസ്ട്രിയിൽ നിന്നൊരു പടം 200 കോടി കളക്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഇത് വമ്പനിന് ഒരു ചെറിയ ക്രൂ, ചെറിയ ബഡ്ജറ്റ് വന്ന പടം. ഗംഭീര എക്സ്പീരിയൻസ് മൂവിയായിരുന്നു. BGM ടെക്നിക്കലി അതിൻ്റെ ആർട്ട് ടോക്ക് ഭയങ്കര വിഷയമാണ്. പെരുമ്പാവൂർ ഫാക്ടറിയിലാണ് ഇതിൻ്റെ വർക്കൊക്കെ ചെയ്തത്. ഓൾ ടീം ടെക്നിക്കലി എല്ലാവരും, BGM, ഡയറക്ഷൻ, ഇതിൻ്റെ പെർഫോമൻസ് എല്ലാവരും ഒരാളെ പോലെ ഇതിൽ നമുക്ക് ഒഴിവാക്കി പറയാനില്ല. ആ പടം തമിഴ് സിനിമ വളരെ മോശാവസ്ഥയിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ആ പടം പോയിട്ട് ഒരു 63 കോടി രൂപയോളം കളക്ഷൻ എടുത്തൊരു പടം കൂടിയാണ്. അത് വലിയൊരു സംഭവമാണ്. അവിടെ മൾട്ടിപ്ലക്സിൽ ഹൗസ്ഫുൾ ഷോസ് ആയിരുന്നു ഒരു സമയത്ത് ഈ പടം. ഒപ്പം മഞ്ഞുമൽ ബോയ്സ് ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ കേട്ടത്. അപ്പോൾ 200 കോടി ക്ലബിലേക്ക് നമ്മുടെ യൂത്ത് ഓറിയന്റഡ് ആയിട്ട് പടം വന്ന് കയറുകയാണ്. ഈ പടം വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 3 പടം ഞാൻ പറഞ്ഞത് 3 സംവിധായകന്മാരെ നമ്മൾ നോക്കണം. മിഥുൻ, ഗിരീഷ് ഷേഡി, രാഹുൽ സദാശിവൻ ആൻഡ്
ചിദംബരം, നാലാമത്തെ പടം മഞ്ഞുമൽ ബോയ്സ് ചിദംബരം. പിന്നെ വന്നൊരു പടമായിരുന്നു ആടുജീവിതം. കൊല്ലങ്ങൾ വെയിറ്റ് ചെയ്ത് ഏകദേശം 10-20 വർഷത്തെ എഫേർട്ട് എന്ന് തന്നെ പറയാം. 16 വർഷം കൊറോണ ശേഷം ഷൂട്ട് മുടങ്ങി. പടം എത്ര നാളും നമ്മൾ ഈ പടം ഇങ്ങനെ കുറേ കാലം പെട്ടിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയല്ല. പക്ഷെ ഈ പടം നമുക്കറിയാം പൃഥ്വിരാജിന്റെ എഫേർട്ട്. നജീബ് എന്നൊരു ക്യാരക്ടർ അതിഗംഭീരം. നമ്മൾ ആ നോവല് വായിച്ചത് ശരിക്കും സ്ക്രീനിൽ കണ്ടൊരു അതിഗംഭീര എക്സ്പീരിയൻസ് കിട്ടിയ അമേസിങ് മൂവി. ബ്ലസ്സി അവാർഡുകൾ ഇങ്ങനെ വാരിക്കൂട്ടി പടത്തില്. അല്ല ഓരോ പെർഫോമൻസുകൾ എടുത്തു പറയണം. നജീബിന്റെ അഭിമുഖമൊക്കെ നമ്മൾ കണ്ടിരുന്നു, ഇമോഷണൽ സംസാരിക്കുന്നതും. രാജേട്ടനെ കേരള സ്റ്റേറ്റ് അവാർഡ് ഉറപ്പ്, നാഷണലും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഓസ്കാറിനൊക്കെ വളരെ പ്രതീക്ഷയോടെ കാണുന്നൊരു പടമാണ്. ബ്ലസ്സിക്ക് ഒരുപാട് അവാർഡ്, നമുക്ക് സ്റ്റേറ്റ് അവാർഡുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. അപ്പൊ ഈ പടം നമ്മൾ കണ്ട് തീർത്തത് എങ്ങനെ നമുക്കറിയാം. നമ്മളൊക്കെ ഞാൻ തിയേറ്ററിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നല്ല AC നിങ്ങൾക്ക് കയ്യിൽ കൂൾ വാട്ടറൊക്കെ ഉണ്ട്, എന്നാലും നമ്മൾ ആ വെള്ളം ചുണ്ടും പറ്റിയുള്ള സീനൊക്കെ ഉണ്ടല്ലോ കാണുന്ന സമയത്ത് നമുക്ക് ഇമോഷണലി ആ ഷോക്ക് വിടാൻ ശരിക്കും 2 ദിവസം എടുത്തു. അത്രയധികം ഗംഭീര പെർഫോമൻസ് ആയിട്ട് വന്ന പടമായിരുന്നു. ആ പടം നമ്മുടെ ഇൻഡസ്ട്രിയിൽ ചരിത്രം സൃഷ്ടിച്ചു. ആടുജീവിതം, ദി ഗോഡ് ലൈഫ്. പിന്നെ വന്നൊരു പടമാണ് വർഷങ്ങൾക്ക് ശേഷം വിനീത് ശ്രീനിവാസൻ എന്നൊരു പടം. OTT-യിലൊക്കെ ഒരുപാട് നെഗറ്റീവ്സ് കേട്ടൊരു പടമാണ്. പക്ഷെ പടം തിയേറ്ററിൽ വമ്പൻ ഹിറ്റായിരുന്നു. പടം പ്രണവ് മോഹൻലാൽ, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, നിവിൻ പോളീസ് കം ബാക്ക്. അതിൽ പാട്ടുകൾ ആ പടമൊക്കെ കണ്ടു തീർത്തോളം ഇമോഷണലി ആയിട്ട് അതിൽ ഓരോ ഭാഗങ്ങളും ഫിലിം മോഹൊക്കെ ആയിട്ട് ചെന്നൈക്ക് പോയിട്ടുള്ള അന്നത്തെ ആളുകളുടെ കഷ്ടപ്പാട്, ഇന്ന് അവരെ സ്ട്രഗിൾ ചെയ്ത് ഈ ലെവലെത്തിയതൊക്കെ ആയിട്ട് അതിഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ്, പെർഫോമൻസ്, പാട്ടുകൾ എല്ലാ മേഖലയിലും വ്യാപകം. അതിഗംഭീരമായിരുന്നു പടം. തിയേറ്ററിൽ നല്ല എക്സ്പീരിയൻസിൽ കണ്ട പടമാണ്. വിത്ത് ഫാമിലി 2 times. ഞാൻ എല്ലാ പടം ഫാമിലി ആയിട്ടും കണ്ടിട്ടുണ്ട്. നല്ല പടമാണ്. ആടുജീവിതം ചോദിച്ചാൽ അവർക്കത് കാണാനുള്ള ശേഷി ഇല്ലാത്തതുകൊണ്ടാണ് പിള്ളേരൊക്കെ ആയിട്ട് പോകും. ബാക്കിയുള്ള പടം നമ്മൾ തിയേറ്ററിൽ കണ്ടൊരു പടമായിരുന്നു. അതിഗംഭീര പടം. വർഷങ്ങൾക്ക് ശേഷം സോസം പെർഫോമൻസ്. വിനീത് ശ്രീനിവാസന്റെ ആ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് BGM പെർഫോമൻസ്, നിവിൻ പോളിയുടെ ഇന്റർനാഷണൽ അഴിഞ്ഞാട്ടം, ധ്യാൻ, പ്രണവ്, സോസം മൂവി. അതിന് ശേഷം വന്ന നമ്മുടെ ഫഫ ജിത്തു മാധവൻ രോമാഞ്ചത്തിന് ശേഷം സംവിധാനം ചെയ്ത പടമാണ്. ഫഫ എന്ന് പറയുമ്പോൾ ഇപ്പൊ പിള്ളേർക്ക് ഒരു ആവേശം മൂടാം. ആ രീതിയിലാണ് അതിൽ പെർഫോമൻസ് കാണാൻ. അതിനുശേഷം ആ പാട്ട്, ഇലിമിനാലിറ്റി, അതൊക്കെ വേറെ സ്ഥലം ബർത്ത്ഡേ ഫംഗ്ഷന് വരെ ഈ പാട്ടൊക്കെ വെച്ചിട്ട് ആ കോസ്റ്റ്യൂംസിൽ പിള്ളേര് പാളോണ്ട് കേക്ക് മുറിക്കുന്ന രീതിയിലേക്ക് മലയാളത്തി. ആ പടം വമ്പൻ ചരിത്രം സൃഷ്ടിക്കേണ്ട പടമായിരുന്നു. പക്ഷെ ഈ പടം കണ്ടിട്ട് എൻ്റെ ഒരു തലമുറ വേറെ രീതിയിലേക്ക് പോകുന്നു എന്നൊക്കെ ഒരു ചിന്താഗതിയൊക്കെ വന്നു. ആ പടം കണ്ട് അതുപോലത്തെ പാർട്ടികളൊക്കെ നടത്തുന്നു, അങ്ങനെയൊക്കെ ഒരു ഗുണ്ടാ സെറ്റപ്പിലൊക്കെ ഒരു ഏരിയയിൽ വളർന്നു വരുന്നൊക്കെ ഒരുപാട് ന്യൂസുകളൊക്കെ നമ്മൾ കേട്ടു. ആ പടം അധികം തിയേറ്ററിൽ നല്ല ആളുകളുള്ള സമയത്താണ് ഫഹദ് OTT-യിലേക്ക് മാറ്റാൻ പറയുന്നത്. അല്ലെങ്കിൽ പടം ഒരു അണ്ടർ ക്ലോസ് ക്ലബിൽ എത്തേണ്ട ഒരു പടമാണ്, യാതൊരു സംശയവും. കാശത്താധികം കിട്ടിയിട്ടുണ്ട് ആ പടത്തിന്. അപ്പൊ അങ്ങനെ വന്നൊരു പടമാണ്. ഫഫയുടെ പെർഫോമൻസ് വിത്ത് ടീം, ആ പിള്ളേരെയൊക്കെ കരിയറിൽ ഈ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് നല്ല ക്യാരക്ടേഴ്സാണ് കിട്ടിയത്. അധികം വലിയ ആർട്ടിസ്റ്റുകളൊന്നും ഇല്ല, പക്ഷെ അത് ഗംഭീരാണ്. അതിലെല്ലാവരും പെർഫോമൻസും അടുത്ത് പേരെടുത്ത് പറയുന്നില്ല. ഫഫ വിത്ത് ക്രൂ, ഓൾ മ്യൂസിക് ടെക്നിക്കിലൊക്കെ ഗംഭീര ചെയ്ത പടമായിരുന്നു ആവേശം. അതിനുശേഷം വന്നൊരു പടമാണ് വിപിൻ ദാസ് സംവിധാനം ചെയ്ത ഗുരുവായൂർ അമ്പലനട. ഗുരുവായൂർ അമ്പലനട എന്നൊരു പടം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളെ മനസ്സിൽ അതിന്റെ സെറ്റാട്ടോ. വിപിൻ ദാസ് സംവിധാനം ചെയ്തൊരു പടമാണ്. വിപിൻ ദാസ് ഇപ്പോൾ ഫാമിലി ഓഡിയൻസിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ നന്നായി അറിയുന്ന ഒരു ഡയറക്ടറായിട്ട് മാറി. ബേസിൽ ആ കോമ്പൊക്കെ വെച്ചിട്ടായാലും പൃഥ്വിരാജ് ഒരു കാലങ്ങൾക്ക് ശേഷം ഒരു നാടൻ ലുക്കിൽ വന്ന് തകർത്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടം. പടത്തിന് OTT-യിൽ വന്നപ്പോൾ ഒരുപാട് നെഗറ്റീവ്സ് ഒക്കെ വന്നു. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടം തിയേറ്ററിൽ എക്സ്പീരിയൻസ്, OTT-യിൽ വേറെ എക്സ്പീരിയൻസ് ആണ്. അത് പറയുന്ന ആളുകളും അവർ നിങ്ങൾ നോക്കുകയും വേണ്ട, മൈൻഡാക്കും വേണ്ട. നല്ല പടങ്ങൾ ഇപ്പോഴും തിയേറ്ററിൽ കാണണം. ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. ഫാമിലിയൊക്കെ തകർത്ത് കയറി ഏകദേശം 100 കോടി ക്ലബിലേക്ക് എത്തേണ്ട പടമായിരുന്നു. അതിൻ്റെ അടുത്തെത്തി ആ പടം നല്ല രീതിയിൽ നമ്മുടെ ഇൻഡസ്ട്രിയിലെ ഒരു കയ്യൊപ്പ് പൊതിച്ചിട്ട് തന്നെയാണ് പോയത്. ഗുരുവായൂർ അമ്പലനടയിൽ സെറ്റ് നമുക്കറിയാം, കാലങ്ങളോളം വർക്ക് ചെയ്തിട്ടുള്ളൊരു ഗുരുവായൂർ അമ്പലത്തിന്റെ സെറ്റിട്ട കഥയൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടായിരിക്കും. അതിഗംഭീര സാധനമായിരുന്നു. അതിനുശേഷം വന്ന് ജിസ്റ്റോയ് പടമാണ് തലവൻ എന്നൊരു പടം ശരിക്കും ബിജു മേനോന്റെ ലൈഫിലും അസീഫിയുടെ ബ്രേക്ക് ത്രൂ ആയിരുന്നു. അസീഫിലിയുടെ അതുവരെയുള്ള റെക്കോർഡ് കളക്ഷൻ ലഭിച്ചൊരു പടം കൂടിയാണ് തലവേദ. 25 കോടി രൂപ മുകളിൽ കളക്ട് ചെയ്തു. ജിസ്റ്റോയ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ സാധാരണ നമുക്ക് അറിയാം ഒരു ഫാമിലി പ്രേക്ഷകരെ എങ്ങനെ ട്രീറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ എടുക്കുന്ന പടങ്ങളാണ്. ആ പടങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷെ ഈ പടം ഒരു ത്രില്ലറായിട്ടാണ് വന്നത്. അതിഗംഭീര ത്രില്ലർ തന്നെ പറയാം. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിലൊക്കെ ആള് മെല്ലെ മെല്ലെ കയറി തുടങ്ങി. പിന്നെ പടം വമ്പ ഹിറ്റായി. അടിപൊളി പടമായിരുന്നു. നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ, സൂപ്പർ മൂവി ആയിരുന്നു. അത് രണ്ടുപേരും വാശിക്ക് അഭിനയിച്ചു. അസീഫ് അലിക്ക് പോലീസ് വേഷം കിട്ടിയ വേറൊരു ലുക്ക് തന്നെയാണ്. ചേട്ടൻ പറയണ്ടോ, ഇതിന്റെ കാലങ്ങളായിട്ട് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അവർ തമ്മിലുള്ള കോമ്പനേഷൻ സീനുകളും
ആ ഈഗോ എല്ലാം കൂടി തകർത്ത സാധനം. സൂപ്പർ മൂവി, ത്രില്ലർ മൂവി തലവൻ. അതിനുശേഷം വന്നൊരു പടമാണ് വാഴ. ഈ യൂത്ത് ഓറിയന്റഡ് ആയിട്ടൊരു ടീമിനെ വെച്ചിട്ട് ആനന്ദ് മേനോനാണ് ആ പടം സംവിധാനം ചെയ്തത്. യൂത്ത് ഓറിയന്റഡ് ടീമിനെ വെച്ചിട്ട് അതിഗംഭീരമായിട്ട് ഒരു ട്രീറ്റ്മെന്റ് നമ്മുടെ സ്കൂൾ ലൈഫും കോളേജ് ലൈഫും നമ്മുടെ വീട്ടിൽ നിന്ന് കേൾക്കുന്ന പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നത് ഇവരൊക്കെ ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളെ കണക്ട് ചെയ്ത് ഓരോ ഫാമിലിയിലുണ്ടാവും. ശരിക്കും ഈ പടം അച്ഛനും പാരൻസിൽ അച്ഛനായിട്ട് പോയി കാണണം, പിന്നെ ഫാമിലി ആയിട്ട് ഞാൻ പറയുള്ളൂ. അങ്ങനത്തെ ഒരു മൂവിയായിരുന്നു. തിയേറ്ററിൽ ചിരിച്ചും അവസാനത്തെ കുറച്ച് സമയം ആ ഇമോഷണലൊക്കെ കണക്ട് ചെയ്ത് അടിപൊളിയായിട്ട് എടുത്ത് മേക്ക് ചെയ്തിട്ട് യൂത്ത് ഓറിയന്റഡ് ആയിട്ട് ചെയ്ത എല്ലാ പെർഫോമൻസുകളും, കാസ്റ്റിങ്, അച്ഛന്മാരെ ക്യാരക്ടർ കൊടുത്തുള്ളൂ. അയ്യോ വേറെ ലെവൽ സാധനമായിരുന്നു. പാട്ടുകളൊക്കെ ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കും. ഇപ്പോഴും OTT പടം തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു രീതിയിൽ ചെറിയ ക്രൂവിനെയും വെച്ച്, നല്ല കഴിവുള്ള ചെറിയ ക്രൂ എന്ന് പറയണം, അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുള്ളൊരു മൂവി ആയിരുന്നത്. അതുപോലെ തന്നെ വന്നൊരു പടമായിരുന്നു നുണക്കുഴി. ജിത്തു ജോസ് സംവിധാനം ചെയ്ത സിമ്പിൾ കഥ, നുണക്കഥ. ആ നുണക്കഥ വെച്ചിട്ട് പ്രൈമറി പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് കയറ്റാൻ നന്നായി പറ്റിയെന്നാണ് ഈ പടത്തിന്റെ ഏറ്റവും വലിയത്. ഇതിൽ പെർഫോം ചെയ്ത എല്ലാവരും ബേസിലൊരു കുടുംബ പ്രേക്ഷക താരമായി മാറി, ഏറ്റെടുത്തങ്ങോട്ട്. അപ്പോൾ ആളുടെ പെർഫോമൻസും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് 2 മണിക്കൂർ 20 മിനിറ്റ് നേരം 10 മിനിറ്റ് നേരം തിയേറ്ററിൽ ഇരുന്ന് ചിരിച്ച് നമ്മളെല്ലാ ടെൻഷനൊക്കെ വന്ന് കാണാൻ പറ്റിയൊരു മൂവി. ചെറിയൊരു പടം വലിയൊരു സംഭവമായി മാറി. നല്ല രീതിയിൽ ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്തു. റെക്കോർഡ് കളക്ഷൻ ആയിരുന്നു പടത്തിന്. ചെറിയ ബഡ്ജറ്റ് ചെയ്തൊരു പടമാണ്, ചെറിയ സമയം കൊണ്ട് ചെയ്ത പടമാണ്. ബേസിന്റെ പെർഫോമൻസ് അതിഗംഭീരമായിരുന്നു. അവിടെ എല്ലാ പടത്തിൽ ചെയ്ത എല്ലാവരും അടുത്ത പേര് പറയുന്നില്ല, സൂപ്പർ മൂവി ആയിരുന്നു. അതിനുശേഷം വന്ന പടമാണ് AR അജയന്റെ 2ാം ഭാഗം. ജിതിൻലാൽ എന്ന് പറയും, ജിതിന്റെ 2ാം ഭാഗം എന്ന് പറയുന്നത്. ജിതിൻലാൽ സംവിധാനം ആദ്യത്തെ പടം. ടോവിനോ തോമസ് 3 ക്യാരക്ടർ പിടിച്ചിട്ട് ഇന്ന് ഇൻഡസ്ട്രിയിലെ ചരിത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പടം 100 കോടി എത്താൻ പോവുകയാണ്. എത്തിയെന്ന് തോന്നുന്നു എനിക്ക്. 87 ക്രോസ് ചെയ്തിട്ട് 2-3 ഡേയ്സ് ഇപ്പോഴും പടത്തിന് ആളുണ്ട്. തിയേറ്ററിന്റെ എണ്ണം കുറഞ്ഞിട്ടില്ല, അതാണ് ഏറ്റവും വലിയ സംഭവം. ഈ ആഴ്ച തിയേറ്ററിന്റെ എണ്ണം കാര്യമായിട്ട് കുറഞ്ഞിട്ടില്ല. ഒന്നും പറയാൻ അതിനെ കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. എല്ലാ മേഖലയിലും അതിഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ്, 3D എക്സ്പീരിയൻസ്, ഓസം മൂവി, ഓസം പെർഫോമൻസ്. അതിലെല്ലാവരും ഓരോരുത്തരുടെ പേര് എടുത്ത് പറയുകയാണെങ്കിൽ എല്ലാവരെയും കുറിച്ച് പറയണം. അത്രയും നല്ല പെർഫോമൻസുകളായിരുന്നു. ആൻഡ് ദിൻജിത്ത് അയത്താൻ, കിഷ്കിന്താകാന്ഡം, ദസീഫ് അലിയുടെ കരിയറിലൊരു പൊൻതൂവൽ. അതുപോലെ ദിൻജിത്തിന്റെ 2ാമത്തെ കരിയർ ബെസ്റ്റ്. ഇതാണ് കരിയർ ബെസ്റ്റ്. കക്ഷിയമ്മണിപ്പിള്ളേരും സൂപ്പർ മൂവിയായിരുന്നു. കാണാത്തവരൊന്ന് കാണാട്ടാ പടം. ഇതൊരു വേറെ തരം സാധനമാണ്. 2 പ്രാവശ്യം കണ്ടു ഞാൻ. ഇപ്പോഴും പടം കണ്ടിട്ട് എൻ്റെ സ്ക്രിപ്റ്റ്, പെർഫോമൻസ്, വിജയരാഘവൻ, കോംബോ അപർണ കോംബോ, എല്ലാ ക്യാരക്ടറും, ജഗദീഷ്, എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തിട്ടൊരു ഓസം മൂവി. ഇന്ന് ലോക സിനിമ പടം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ 2ാം ഭാഗം മലയാളത്തിലുള്ള എല്ലാ പടങ്ങളും, ഇപ്പം ഈ പറഞ്ഞ പടങ്ങളൊക്കെ പുതുമുഖ സംവിധായകന്മാരാണ് ചെയ്തതെന്നുള്ള ഏറ്റവും വലിയ സംഭവമുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിത്തു ജോസ് മാത്രമേ ഉള്ളൂ. ദിൻജിത്ത് അയ്യത്താൻ 2ാമത്തെ മൂവിയായിരുന്നു. ജിതിൻലാൽ ആദ്യത്തെ മൂവിയായിരുന്നു. ജിത്തു ജോസഫിന്റെ 6-7. ആനന്ദ് മേനോൻ ആദ്യത്തെ മൂവിയായിരുന്നു വാഴ. ജിസ് ജോയ് കുറച്ച് എക്സ്പീരിയൻസ് എന്ന് പറയാൻ പറ്റിയ ആള്. വിപിൻ ദാസ് കുറച്ച് 4-5 പടങ്ങളെ ചെയ്തിട്ടുള്ളൂ. ചിത്തു മാധവ് 2ാമത്തെ മൂവിയായിരുന്നു. വിനീത് ശ്രീനിവാസ് കുറച്ച് 4-5 പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ബ്ലസ്സി ആണെങ്കിൽ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാലങ്ങളായിട്ട് ഇൻഡസ്ട്രിയിൽ. ബാക്കിയുള്ള ചിദംബരം 2ാമത്തെ മൂവി, രാജ് സദാശിവൻ 2ാമത്തെ മൂവിയായിരുന്നു. മിഥുൻ ഏടിയിലെ 2-3ാമത്തെ മൂവിയായിരുന്നു. ഒക്കെ പുതുമുഖ സംവിധായകന്മാരാണ് ഈ പടത്തിൽ. അതാണ് ഏറ്റവും വലിയ സംഭവമായിട്ട് തോന്നിയത്. അതും നല്ല കുറെ പുതിയ നടന്മാരും കാസ്റ്റിംഗ് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഇൻഡസ്ട്രി ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഏകദേശം 5 പടം ഏകദേശം 100 കോടി രൂപയുടെ മുകളിലേക്ക് കയറും. 4 പടം ഓൾറെഡി ആയി. 5 പടം എന്തായാലും ഈ വർഷം സെപ്റ്റംബർ മാസം കഴിയുമ്പോൾ 2024 കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് 5 പടം എന്തായാലും ഉണ്ട്. 5-6 ഉണ്ടാവട്ടെ. ഇൻഡസ്ട്രീസ് ഗ്രോയും. ബോളിവുഡ് ഇൻഡസ്ട്രീസ് എന്ന ലോക സിനിമയ്ക്ക് മാതൃകയാണ്. അതുപോലെ തന്നെ പുതിയ കലാകാരന്മാർ വരുന്നു. റൈറ്റേഴ്സ് ആയാലും സംവിധായകന്മാരായാലും ടെക്നിക്കലി മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ. പിന്നെ നമ്മുടെ നമ്മുടെ വിപണന സാധ്യത, മലയാള ഇൻഡസ്ട്രിയുടെ വിപണന സാധ്യത ലോകം നമ്മൾ എത്തിപ്പെടാത്ത രാജ്യങ്ങളിൽ ഇപ്പോൾ. അതിന് തുടക്കം കുറിച്ച് ദൃശ്യം എന്നൊരു മൂവി തന്നെയാണ് കേട്ടോ. ആ പടത്തിന് ലൂസിഫർ എന്ന പടത്തിന് ശേഷം ഇന്ന് വേൾഡ് റിലീസിന് നമ്മുടെ മലയാള സിനിമ അതിഗംഭീരമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നല്ല നല്ല സിനിമകൾ പിറക്കട്ടെ. നമ്മൾ വെയിറ്റ് ചെയ്യാണ്. പുതിയ സംവിധായകന്മാരും നടന്മാരും വരട്ടെ. അവസരങ്ങളുണ്ട് ഇപ്പോൾ. അവസരത്തിന് വേണ്ടി എല്ലാവരും പാഷനേറ്റീവ് ആയിട്ടുള്ള ആളുകൾ എല്ലാവരും മുന്നോട്ട് വന്ന് എല്ലാവരും സക്സസ് ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. മുകേഷ്.